ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇപ്പോൾ ദാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടറോ നെയ്യോ എന്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഇതാ ഒരു 5-6 ഏലക്ക, 2 പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, 1.5 ടേബിൾ സ്പൂണോളം മല്ലി, ഗ്രാമ്പു, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ സൺഫ്ലവർ ഓയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ നമ്മുടെ ഓയിലേക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ദാ മല്ലി ഇങ്ങനെയുള്ള മല്ലിയാണ് കേട്ടോ വേണ്ടത്, മല്ലിപ്പൊടിയല്ല. അപ്പോൾ ദാ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. സ്പൈസസ് ഒക്കെ മൂത്ത് വന്ന് നന്നായിട്ട് ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്കിതിലേക്കൊരു മാഗി കട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ 2 മാഗി കട്ടയിൽ 1 കട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില, പിന്നെ 1 നാരങ്ങയുടെ നീര് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വലിയ ഉള്ളി ചെറുതായി കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ചെറുതായി ചോപ്പറിൽ ചോപ്പ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ മാഗി കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊക്കെ ഒന്ന് ചൂടായി മെൽറ്റായി വന്നതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് 2 സവാളയില്ലേ ചെറുതായി കൊത്തിയരിഞ്ഞ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്ന വരെ ഇതൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നന്നായി വാടി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ് കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ നന്നായിട്ടൊന്ന് ഉപ്പുണ്ടാകും, അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം ഇതിലേക്കൊരു 1.5-2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയില്ലേ മല്ലിയില അരിഞ്ഞതും, പിന്നെ ഒരു നാരങ്ങയുടെ മുഴുവനായിട്ടുള്ള നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോളം നമ്മളെ മന്തി മസാലയില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ അറബിക് മസാല എന്നൊക്കെ പറയും, വാങ്ങാൻ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് പിന്നെ 4 അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം 2 പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ ബീഫില്ലേ റെഡിയാക്കി വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കിയ ബീഫും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഈ മസാലയും ബീഫും തമ്മിൽ ഒന്നൊന്ന് ചൂടായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കുക്കർ അടക്കുന്നതിന് മുമ്പ് പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടി ചേർക്കാൻ മറക്കരുത്. നമ്മളെ കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പില്ല നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം നമ്മളിതാ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് 5 വിസിലും പിന്നെ ഒരു 20-25 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോഴേക്കും നമുക്ക് നമ്മൾ ആ റൈസും കൂടി ഒന്ന് ഇതിലേക്ക് റെഡിയാക്കണം കേട്ടോ. ബീഫ് വെന്ത് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് റൈസും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ 5 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 കപ്പ് വെള്ളം നമ്മുടെ ബിരിയാണി പോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും 1 ടേബിൾ സ്പൂണോളം കുരുമുളകും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതാ നമ്മുടെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് 2 കറാവട്ടൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരിയിട്ട് നന്നായിട്ട് വെയിറ്റ് ചെയ്യുക. ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് ഫുൾ വേവാവാൻ വേണ്ടി നിൽക്കരുത്. നമ്മൾ 3/4 വേവാകുമ്പോഴേക്കും നമ്മുടെ ഈ ബസ്മതി റൈസ് നമ്മൾ ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് കുക്കായി കിട്ടും കേട്ടോ. ഞാനിതിലേക്ക് ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതങ്ങ് ഓട്ടപാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നും ആ ബീഫിൻ്റെ ഗ്രേവിയിൽ നിന്നും ബീഫ് മാത്രം എടുത്ത് ഈ ഫ്രൈ പാനിലിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മന്തിക്ക്. അല്ല ഇതുപോലെ തന്നെ അങ്ങ് അരിയിട്ട് കൊടുക്കണം, ചോറിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുത്ത പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബിരിയാണി പോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ചെമ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബീഫിലെ ഗ്രേവി ഇല്ലേ, ആ ഗ്രേവി അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണേ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഇതുപോലെ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫില്ലേ, അതൊന്ന് ഇതിൻ്റെ സൈഡിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഫുഡ് കളർ ഇത് ഓപ്ഷണൽ മാത്രമാണ്. ഞാനിതൊരു കളറിന് വേണ്ടി തംബ്നെയിലിന് ഫോട്ടോ എടുക്കുന്നതിന് മാത്രം ഞാൻ കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണിലൊന്ന് ഇതൊന്ന് കലക്കി റെഡിയാക്കി എടുക്കുക. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബീഫില്ലേ, ഫ്രൈ ചെയ്ത ബീഫൊന്ന് ഇതിൻ്റെ സൈഡിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്രയും ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കിതിലേക്കൊന്ന് പുകയിട്ട് കൊടുക്കണ്ടേ. നമ്മൾ കനലിൽ പുകൻ്റെ ഒരു സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ചിരട്ട കനലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഇതങ്ങ് പുക പുറത്ത് പോവാത്ത രൂപത്തിൽ ഇതങ്ങ് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, റൈസിലും ആ ബീഫിലൊക്കെ ആ ഒരു പുകയുടെ ആ സ്മോക്കിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ഫൈനലായിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ല അടിപൊളിയായിട്ട് നല്ല കഴിക്കാനും അടിപൊളിയായിട്ടുള്ള മന്തി റെഡി, ബീഫ് മന്തി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ്